അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വേർഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്കക്കൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ചക്ക ആദ്യം ഒന്ന് വെട്ടി നോക്കണം. ഇത് മൂത്തിക്കണ ഇല്ല എന്നുള്ളത് ആദ്യം നോക്കാം. അതിന് ശേഷം നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ ഇതാ ചക്ക ഞാനിവിടെ മുറിച്ചിട്ടുണ്ട്. ചക്ക നല്ലോണം മൂത്തിട്ടുണ്ട്. കൂട്ടാൻ വെക്കാൻ പറ്റിയ നല്ല പാകമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ചുളമൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചക്കൻ്റെ കരുളൊക്കെ ഞാനിവിടെ ചെത്തി മാറ്റിയിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ചുള മാത്രം എടുത്തിട്ട് കൂട്ടാനുണ്ടാക്കാമെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ കരുളും കൂടെ കൂട്ടി അരിഞ്ഞിട്ട് ചക്ക കൂട്ടാനുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ കൊത്തി കൊടുത്തിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അങ്ങനെ തന്നെ നമ്മുടെ ചക്കൻ്റെ കരുളൊക്കെ ഞാനിവിടെ നല്ലോണം ചെത്തിയെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ചുള മാത്രം എടുത്തിട്ട് കൂട്ടാനുണ്ടാക്കാമെന്നാണ്. പിന്നൊക്കെ തോന്നി ഇതിൻ്റെ കരുളും കൂടെ കൂട്ടി അരിഞ്ഞിട്ട് ചക്ക കൂട്ടാനുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാൻ ഇതുപോലെ കൊത്തി കൊടുത്തിട്ട് വേണം അരിയാൻ. നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം. എന്താ നമ്മുടെ ചക്ക ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 5-6 ചക്കക്കുരും കൂടെ തൊലിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കഴുകിയതിൻ്റെ ശേഷം കുക്കറിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനത്തെ ചക്ക ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു പിച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അരക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതുപോലെ 4 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 2 വെളുത്തുള്ളി, ഒരു ചെറിയ സ്പൂണ് നല്ല ജീരകം. ഇത്രയുമാണ് നമുക്ക് അരക്കാൻ വേണ്ടത്. ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നല്ലോണം അരക്കണ്ട, എന്നാലും ഒന്ന് അരിയണം. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചക്ക വെന്തിക്കണമെന്നൊന്ന് നോക്കാം. അങ്ങനെ തന്നെ നമ്മുടെ ചക്കക്കൂട്ടാൻ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കൂട്ടാനിലേക്ക് ഞാൻ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കക്കൂട്ടാൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിൻ്റെ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയായ ചക്കക്കൂട്ടാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ചക്കക്കൂട്ടാൻ്റെ കൂടെ കഴിക്കാൻ ഞാനിവിടെ വേറൊരു സാധനം കൂടെ എടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കഞ്ഞിയാണ്. കഞ്ഞും ചക്കക്കൂട്ടാനും നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ പണ്ടത്തെ ഒരു ഓർമ്മയിലായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.